ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാസ്ബെറീസ് ആൻഡ് ലെറ്റ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാബ സ്റ്റൈൽ പനീർ കറിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പനീർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പാല് തിളപ്പിക്കാൻ വെക്കാം. പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് പിരിച്ചെടുക്കാം. പിരിച്ചെടുത്ത പാല് തുണിയിലൂടെ അഴിച്ച് എടുക്കാം. അരിച്ചതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം ആ തുണി കൊണ്ട് തന്നെ മടക്കി കെട്ടി ഒരു കനം മുകളിൽ വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പനീർ തുറന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, ഉപ്പ്, ആവശ്യത്തിന് എണ്ണ എന്നിവ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് പനീർ വറുത്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ സവോള, തക്കാളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദാബ സ്റ്റൈൽ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി വേണ്ടത് ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, ഉഴുന്ന്, നല്ല ജീരകം, കറുവപ്പട്ട എന്നിവയെല്ലാം ഒരു പാനിലിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കാം. ഇനി ഒരു കടായിയിലേക്ക് എണ്ണയും നെയ്യും സമാസമം ചേർത്ത് അതിലേക്ക് പെരുംജീരകം, ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു തുടങ്ങിയവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരുന്ന തക്കാളിയുടെയും സവോളയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളച്ച് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ചെറിയൊരു പുളിക്ക് വേണ്ടി തൈര് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദാബ സ്റ്റൈൽ പനീർ കറി ഇതാ റെഡിയായിരിക്കും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.